മിശിഹായിൽ പ്രിയമുള്ളവരെ, 2024 നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ വായിച്ചു കേൾക്കുന്നത് പോലെ കർത്താവ് ഈശോ മിശിഹായുടെ മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളുടെ പ്രാർത്ഥനകളാണല്ലോ നമ്മൾക്ക് ഈ വലിയ നോമ്പിന് നിദാനമായിട്ട് ഭവിക്കുന്നത്. നമ്മൾ ഈ നോമ്പുകാലത്ത് ചിന്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് കർത്താവിനോടൊത്തായിരിക്കുവാനും കർത്താവിലേക്ക് തിരിയുവാനും നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഈശോ കടന്നു ചെന്നതുപോലെ തന്നെ നമ്മൾക്കും വ്യക്തിപരമായിട്ട് കടന്നു ചെല്ലുവാൻ സാധ്യതമാകണം എന്നുമുള്ള വലിയ സത്യം. നമ്മളുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ഓരോരുത്തരും എന്താണ്, എങ്ങനെയാണ്, നമ്മുടെ ഭയങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെയെല്ലാം വ്യക്തിപരമായിട്ട് അഭിമുഖീകരിക്കുവാനും പരിശോധിക്കുവാനുമുള്ള നല്ല സമയമായിട്ട് നമ്മൾക്ക് ഈ നോമ്പുകാലത്തെ കാണുവാൻ സാധിക്കണം. സാധാരണഗതിയിൽ നമ്മളുടെ അനുദിന ജീവിത പ്രാർത്ഥനകളിലായാലും നമ്മളുടെ ദിവ്യബലിയിലായാലും കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴുമൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്തു വയ്ക്കുന്നത് നമ്മിലേക്ക് തന്നെ പിന്തിരിയുവാനുള്ള ഒരു ഭയത്തിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള വണ്ണമാണ് നമ്മുടെ പ്രാർത്ഥനകൾ പോവുക. പലപ്പോഴും മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുമ്പോൾ പൈശാചിക തന്ത്രങ്ങളിൽ ഉഴലുന്ന മനുഷ്യരെ നമ്മൾ എപ്പോഴും കാണും. കർത്താവ് ഈശോ മിശിഹായുടെ മരുഭൂമിയിലെ ജീവിതം സമയം 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പൈശാചികമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് കർത്താവ് തന്നെ വിധേയനാവുന്നത്. നമ്മുടെ ജീവിതത്തിലാവട്ടെ മരുഭൂമി അനുഭവം ഉണ്ടാവാതിരിക്കുവാനുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനിവാര്യമായിട്ട് തിരഞ്ഞു പിടിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്നാമത്തേത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ഒരുമിച്ചായിരിക്കുക, അവിടുന്ന് നൽകുന്ന സമാധാനം, അവിടുത്തെ സ്നേഹം, അവിടുന്ന് നമ്മൾക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ പാരമ്യതയിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് പറ്റുക. രണ്ടാമത്തെ ആവശ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലൂടെ മാത്രം കടന്നു പോവുക. ഈ ആവശ്യങ്ങളിൽ മാത്രം നമ്മളെ തളച്ചിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് പൈശാചിക തന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാവുക. നിനക്ക് എന്താണോ ആവശ്യം അതിലേക്ക് എത്രയും വേഗത്തിൽ നിന്നെ എത്തിക്കുക. ആ ആവശ്യങ്ങളിലൂടെ ഉഴലുമ്പോൾ നിൻ്റെ ആധ്യാത്മികമായ ജീവിതത്തിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളിലൂടെയോ അതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിവാര്യതയെ പോലും നമ്മൾ മറന്നു കളയുന്ന രീതിയിലേക്ക് അധപ്പതിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ മരുഭൂമി അനുഭവം കഴിയുമ്പോൾ കർത്താവിന് സ്വാഭാവികമായിട്ടും വിശന്നു. അവിടുത്തോട് പിശാചു എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ മനോഹരമായ കല്ലുകൾ നിനക്ക് അപ്പമാക്കുവാൻ സാധിക്കും, നീ ദൈവപുത്രനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയുന്നു, ഈ കല്ലുകളെ അപ്പമാക്കുക, നിൻ്റെ വിശപ്പകറ്റുക. നമ്മളുടെ അടുത്തേക്ക് വരുന്നതും ഈ ബാഹ്യമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ടെംപ്റ്റേഷൻസ് ആണ് നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാവുക. ആ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ദൈവപിതാവുമായിട്ടുള്ള ബന്ധവും ഈശോ നമ്മൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ നമ്മൾ നെട്ടോട്ടം ഓടും. ആവശ്യമായിട്ടുള്ളത് കണ്ടുപിടിക്കുവാനായിട്ടും അത് വെച്ച് നീട്ടുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ ഓടി ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ കർത്താവിനോട് ചേർന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എൻ്റെ ദൈവമേ ഞാൻ നിൻ്റെ മുൻപിലായിരിക്കുന്നു എന്നുള്ള ഭാവേന നമ്മളുടെ ജീവിതത്തെ വിശകലനം ചെയ്യുവാനായിട്ട് പലപ്പോഴും പലർക്കും സാധിക്കാറില്ല. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഈ നോമ്പുകാലത്തിൻ്റെ പ്രാർത്ഥനാ രീതികളെല്ലാം തന്നെ നമ്മൾ വലിയ ആഴ്ചയിൽ ദുഃഖവെള്ളിയാഴ്ചയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുക. നമ്മൾ 1-ാം ദിവസം മുതൽ നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകും. ബാഹ്യമായ പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്ന കുരിശിൻ്റെ വഴികളും ഒരുപക്ഷെ നമ്മൾ ത്യാഗപൂർണമായിട്ട് കൈകൾ വിരിച്ചു പിടിച്ച് നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലി നമ്മൾ ഒരുപക്ഷെ തീർത്തെന്ന് വരാം. അത് ബാഹ്യമായ ആചാരം മാത്രമായിട്ട് അപ്പോഴും അവസാനിക്കുന്നുള്ളൂ. നിൻ്റെ
ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഭാവം അത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് നിനക്ക് സാധിക്കണം. ആ ദൈവത്തെ കണ്ടുമുട്ടാതെ ഒരു കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുവാൻ എപ്രകാരമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുക? അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ, അനുദിന ജീവിത യാഥാർത്ഥ്യത്തിൽ വരുന്ന ഓരോ കുരിശിൻ്റെ വഴികളും നമ്മൾക്ക് അതിഭീകരമായിട്ട് മാറുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. എൻ്റെ ഈശോ എന്നോടത്തുണ്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുക. മൂന്നാമത്തൊരു കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതും ചിന്തിക്കേണ്ടതും, ഞാൻ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നതിന് മുൻപായിട്ട് എന്നെ കണ്ടെത്തുവാനായിട്ട് മനുഷ്യനായി അവതരിച്ച് എന്നിലേക്ക് ഇറങ്ങി വരുന്ന ഈ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആധിക്യം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമ്മുടെ ബുദ്ധിശക്തിക്കോ നമ്മുടെ കഴിവിനോ ഗ്രഹിക്കുവാൻ പറ്റാത്തതാണെന്ന് നമ്മൾ അറിയണം. അത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണമായിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് തീർച്ചയായും സാധിക്കണം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെയുള്ളൊരു യാത്രയാണ്. കുരിശിൻ്റെ വഴിയുടെ യാത്ര മാത്രമല്ല എന്നുള്ളതും, പിതാവായ ദൈവം മനുഷ്യൻ്റെ മനസ്സിലേക്ക് മകനെ അയച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുന്ന രക്ഷാകര പ്രവൃത്തിയുടെ ചരിത്രമാണ് നമ്മൾ ഓരോരുത്തരും ആവർത്തിക്കുന്നതും എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഈ നോമ്പുകാലം ഈ ഒരു ചെറിയ ഹ്രസ്വകാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ഭാവമായിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. മരുഭൂമി അനുഭവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവത്തിലേക്ക് നമ്മൾക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുത്തവൻ, ആ മണ്ണിന് ശ്വാസം കൊടുത്തവൻ, ഉച്ഛ്വാസവായുവിലൂടെ ജീവൻ പകർന്നവൻ, അവസാനം കുരിശിലെ ബലിയിൽ അവസാന ശ്വാസം വിടുമ്പോഴും പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യപുത്രനെ നമ്മൾക്ക് അനുകരിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുവാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ വഴികൾക്ക് മുൻപേ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ, പിതാവുമായിട്ട് ഒരുമിച്ചായിരിക്കുവാൻ, നമ്മളെ തന്നെ തിരിച്ചറിയുവാൻ, നമ്മുടെ ഭയങ്ങളെ നീക്കിക്കളയുവാൻ, വേദനകളെ അഭിമുഖീകരിക്കുവാൻ ശക്തി നേടുവാൻ എവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിൻ്റെ മംഗളങ്ങളിലേക്ക് നമ്മൾക്ക് തീർച്ചയായും കർത്താവ് നമ്മളെ തന്നെ കടത്തിക്കൊണ്ടുവരും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഈസ്റ്റർ ആശംസകൾ.